ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരൊരു പോരാളികളായിരുന്നു. നമ്മളുടെ ചെറുപ്പകാലഘട്ടത്തിൽ കാത്തിരുന്നിട്ടുണ്ട് ഉമ്മാനെ ഒന്ന് കാണാൻ. കല്യാണ വീട് ഒരാളെ കൈമാറി കൊടുക്കുമ്പോഴേക്കും ഉമ്മാന്റെ മുഖം കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട്. വാപ്പനെ കാണുമ്പം കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. സ്കൂളിൽ ഏതെങ്കിലും ഒരു കലോത്സവത്തിന്റെ മുൻഭാഗത്ത് ഉമ്മനെ കാണുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട്, ആശ്വാസമുണ്ട്. കാത്തിരുന്നിട്ടുണ്ട് ഞാനുങ്ങളൊക്കെ ഉമ്മനെയും വാപ്പനെയും കാണാൻ, അവരെ മാറത്തൊന്ന് പറ്റിക്കിടക്കാൻ, അവരുടെ തോളത്തൊന്ന് അണഞ്ഞൂട്ടിക്കിടക്കാൻ, അവരുടെ പോരാളികളിൽ നിന്ന് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ. അല്ലേ, നമ്മളൊക്കെ പറയാറുണ്ട് പോക്കറ്റ് നിറയെ പൈസ ഉണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്ത ഒരൊറ്റ മനുഷ്യനെ ഈ ലോകത്തുള്ളൂ. ആണുങ്ങള്, വാപ്പാര് നിറച്ചും പൈസ ഉണ്ട്. ഞാൻ പറയാറുണ്ട് ചില വാപ്പാരൊക്കെ പോർട്ടിൽ ഇങ്ങനെ കാണാം, നിറച്ചും പൈസ ഉണ്ടാകും, പക്ഷെ അയാൾ അതുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ പൈസ കൊണ്ട് അയാൾ സ്വപ്നം കണ്ടത് മക്കൾക്കും കുടുംബത്തിനുമാണ്, ഉമ്മാരെങ്ങക്കും കൂടി വേണ്ടിയിട്ടാണ്. ഒരാളും സ്വപ്നം കണ്ടിട്ടില്ല. ഇന്ന് പിന്നെ ലിബറലിസം തലക്ക് പിടിച്ച മക്കളൊക്കെ കുടുംബത്തിൽ പെണ്ണുങ്ങളെക്കാളും കൂട്ടുകാർക്ക് പ്രാധാന്യം കൊടുത്ത് ആകെ കിട്ടുന്ന 10 ദിവസവും യാത്ര ചെയ്ത് നശിപ്പിക്കുക. അതല്ല, ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അങ്ങേയറ്റം നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കള്. ഈ അടുത്ത ദിവസം എനിക്ക് വല്ലാതെ മനസ്സിന് വേദനിപ്പിക്കുന്നൊരു അനുഭവം, ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ഒരു ഉമ്മാക്ക് പെൻഷൻ കിട്ടും സർക്കാരിൻ്റെ. ആ പെൻഷന് കഴിഞ്ഞ 12 കൊല്ലത്തിലധികമായിട്ട് ആ ഉമ്മ അവനെന്നെയാ കൊടുക്കുന്നത്. 2 പെൺകുട്ടികളും ഒരു മോനുമാണുള്ളത്. അവസാനം അമ്മ മരിച്ചു എന്ന് കേട്ടു. ഉമ്മ മരിച്ചത് എങ്ങനെയാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ശ്വാസം മുട്ടി മരിച്ചതാ. ശ്വാസം മുട്ടി മരിക്കാനുള്ള കാരണം ആ ഉമ്മാക്ക് ശ്വാസം മുട്ടലിന്റെ അസുഖമുണ്ട്, കാണിക്കണം എന്നൊക്കെ പല തവണ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊന്നും എന്നെ കൊണ്ടുപോകടോ, എനിക്ക് ശ്വാസം എടുക്കാനാവുന്നില്ല എന്നൊക്കെ. പക്ഷേ ഓൻ കാത്തുന്നു. എന്തിന്? താത്താര് മൂത്തോട് തരട്ടെ പൈസ, ഇത് ഞാൻ തന്നെയല്ലേ കൊണ്ടടക്കുന്നത്. 12 കൊല്ലത്തെ ഉമ്മാന്റെ പെൻഷന്റെ പൈസ കൈമൽ കിട്ടും. ഒരു ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലേ എഴുതി വെച്ചോളിങ്ങള്. സ്വന്തം പൊരൻ്റുള്ളിൽ ഒരു വാപ്പയുമ്മയും നെഞ്ചുപൊട്ടി കലങ്ങിയ കണ്ണുമായിട്ടാണ് പടച്ചോന്റെ മണ്ണുക്ക് പോയതെങ്കിൽ അത് മക്കളായാലും മരുക്കളായാലും എഴുതി വെച്ചോളിങ്ങള്. പടച്ചോൻ അത് വെറുതെ തരൂല. അങ്ങേയറ്റം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൂനുമ കുരു പോലെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും.